നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നടി ആക്രമണ കേസിൽ കോടതി കുറ്റക്കാരെന്ന് വിധിച്ച പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കുള്ള ശിക്ഷ എന്തായിരിക്കും? ശിക്ഷാവിധി പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെയാണ് ശിക്ഷാവിധിയുടെ പ്രഖ്യാപനം. പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം ചുമത്തപ്പെട്ടിട്ടുള്ളതിനാൽ കടുത്ത ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ കോടതിയിൽ തെളിഞ്ഞിരുന്നു. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. നടൻ ദിലീപും തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചേക്കും. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ നടിയാക്രമണ കേസിൽ 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടതോടെ വലിയ വിവാദമായൊരു വിധിയായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. അതായത് കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരും കുറ്റക്കാരെന്ന് വിധിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. പക്ഷേ ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതോടുകൂടി അവരെ കുറ്റവിമുക്തരാക്കിയൊരു സാഹചര്യമുണ്ട്. അതിനിടെയാണ് ഈ ഒരു ശിക്ഷാവിധി നാളെ വരുന്നത്. ഇവർക്കെതിരെ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കെതിരെ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ശിക്ഷ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. കാത്തിരിപ്പിൻ്റെ ഒരു മണിക്കൂറുകളാണ്. പരമാവധി ശിക്ഷ എന്തുവരെയും ലഭിക്കാം? എന്തൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്? ടോം, ഇതിലെ ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ തന്നെ ഈ ആദ്യത്തെ 6 പേർക്കെതിരെയും തന്നെ വന്നിട്ടുണ്ട് എന്നതാണ്. കുറ്റകരമായ ഗൂഢാലോചന, അത് 120B പ്രകാരം വരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റു വകുപ്പുകളെല്ലാം തന്നെ വരുന്നത്. അതിൽ കൂട്ട ബലാത്സംഗം എന്ന വകുപ്പ് വരുന്നുണ്ട്. കൂട്ട ബലാത്സംഗം 376D പ്രകാരമുള്ള കൂട്ട ബലാത്സംഗം വകുപ്പ് വരുന്നു. അതോടൊപ്പം തന്നെയാണ് 366 വകുപ്പ്. ഇതെല്ലാം തന്നെ വരുമ്പോഴേക്കും വലിയ രീതിയിലുള്ള അവർക്കൊരു ശിക്ഷാ കാലയളവിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഒരു 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വിവിധ വകുപ്പുകളാണ് ഇത് ഉള്ളത്. 366 എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ബലമായി തട്ടിക്കൊണ്ടുപോകൽ എന്ന വകുപ്പ് ഉൾപ്പെടെ വരുന്നത്. ഈ 3 വകുപ്പുകളാണ് 120Bയും അതോടൊപ്പം തന്നെ 366 ഒപ്പം തന്നെ 376D വകുപ്പുകൾ. ഈ 3 വകുപ്പുകളും ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തുന്ന വകുപ്പുകൾ തന്നെയാണ്. അതുകൊണ്ട് ഇതിന് കുറഞ്ഞത് ഈ 3 വകുപ്പുകളിലും കുറഞ്ഞത് 10 വർഷമാണ് ശിക്ഷ. അത് പരമാവധി ശിക്ഷ 3 വകുപ്പുകളിലും ജീവപര്യന്തം വരെ ആകുന്നു. വിവിധ വകുപ്പുകളായിട്ട് വേറെയും ശിക്ഷ ഇവരെ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടാവുന്നത്, അല്ലെങ്കിൽ ഓരോ വകുപ്പിനും ഓരോ കുറ്റത്തിനും വെവ്വേറെ ശിക്ഷ വേണമെങ്കിൽ ലഭിക്കാവുന്നതാണ്. കോടതിയുടെ വിവേചനാധികാരം തന്നെയാണ്. കാരണം ചില കേസുകളിലെല്ലാം തന്നെ, പീഡന കേസുകളിലെല്ലാം തന്നെ നമ്മൾ കാണാറുണ്ട് വളരെയധികം വർഷങ്ങൾ ശിക്ഷ ലഭിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും പരമാവധി ശിക്ഷ ഏതിനാണോ അതിന് പ്രകാരം ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും ചിലപ്പോൾ നിർദ്ദേശിക്കാറുണ്ട്. അതേതായാലും കോടതിയുടെ വിവേചനാധികാരമാണ്. എന്തായാലും വലിയ രീതിയിൽ തന്നെയാണ് ഈ 6 പ്രതികൾക്കെതിരെയുമുള്ള കുറ്റകൃത്യങ്ങൾ അവർക്കുള്ള വകുപ്പുകളും ചുമത്തിയിരിക്കുന്നത്. കാരണം ഇത് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു കേസ് എന്നതുകൊണ്ട് മാത്രമല്ല, ഇത് അങ്ങേയറ്റം തന്നെയും ഹീനമായ രീതിയിൽ തന്നെ ഒരു സ്ത്രീയോട് പെരുമാറിയ, അവർ അതിക്രമം നടത്തിയ ഒരു കേസ് കൂടിയാണത്. അത് നമ്മൾ മറന്നു പോകരുത്. ഇതിൽ ഗൂഢാലോചന ഈ 6 പ്രതികൾക്കെതിരെ ഇത്തരം കാര്യങ്ങൾക്ക് ഇവർക്ക് നേരെ മാത്രമാണ് തെളിഞ്ഞിരിക്കുന്നത്. മറ്റു പ്രതികൾക്ക് നേരെയുള്ള കുറ്റങ്ങളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ഈ 6 പ്രതികളെയും മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് പൊതുസമൂഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും ഇവർക്ക് മുന്നിലേക്ക്, കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ള ഇവർക്കെതിരെയുള്ള തെളിവുകൾ സുശക്തമാണ്. അതുകൊണ്ട് തന്നെയും ഇവർക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുകയാണ് പ്രോസിക്യൂഷൻ ചെയ്യുന്നത്. നാളെ കോടതിയിൽ വാദം നടക്കും. ഈ 6 പ്രതികളുടെ അഭിഭാഷകർക്കും അവരുടെ ഭാഗം വാദിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. കാരണം തങ്ങളുടെ പ്രതികൾക്ക് വേണ്ടി അവർ വാദിക്കും. സ്വാഭാവികമായും തന്നെ ഇത്തരം ഈ ശിക്ഷ വിധിക്ക് മുൻപുള്ള വാദം 6 പേർക്ക് വേണ്ടിയും നടക്കും. അതിനുശേഷം പ്രോസിക്യൂഷനും മറുവാദം ഉണ്ടാകും. അതിനുശേഷം ശിക്ഷയോടുകൂടി ആയിരിക്കും ഒരുപക്ഷെ ശിക്ഷാവിധി ഉണ്ടാകുക എന്നതാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഗുരുതര വകുപ്പുകൾ തന്നെയാണ് ഇവർക്കെല്ലാം എതിരെ ചുമത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, അതിന് ഒരു മാതൃകാപരമായ
ശിക്ഷ അതിൽ ഈ കോടതിയിൽ നിന്ന്, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിലും പ്രതീക്ഷിക്കപ്പെടുന്നത്. ടോം. തീർച്ചയായും ഡാനി, ഇവിടെ ഈ ഒരു കേസിൻ്റെ സ്വഭാവം അറിയാം. കാരണം അതീവ ഗുരുതര സ്വഭാവമുള്ള, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ഒരു കൊട്ടേഷൻ നൽകി കൂട്ടബലാത്സംഗം ചെയ്യുന്നു. അതും ഒരു നടി ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാകുന്നു. പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് പ്രമുഖ നടനായിരുന്നു. പക്ഷേ ദിലീപ് കുറ്റവിമുക്തനായതോടെ വിധിയുമായി ബന്ധപ്പെട്ട്, ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് കോടതിക്കെതിരെ, വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. വ്യക്തിഹത്യ, ആ ജഡ്ജിയെ വ്യക്തിഹത്യ നടത്തുന്നുണ്ട്, സൈബർ ഇടത്ത് ആക്രമിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ കണ്ടതാണ് ഈ വിധി പ്രസ്താവത്തിന് ശേഷം പുറത്തിറങ്ങിയ അഭിഭാഷകർ, ചില വനിതാ അഭിഭാഷകർ പോലും ജഡ്ജിക്കെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ച സാഹചര്യങ്ങൾ. പക്ഷെ അതിനുശേഷം ഈ ഒരു ഇത്തരം അധിക്ഷേപം ഉണ്ടായിട്ട് പോലും, അതും കോടതിക്കെതിരെയാണ്, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കെതിരെയാണ് വിമർശനം ഉണ്ടായത്. ഈ വിഷയത്തിൽ ഒരു നിയമ നടപടികൾ ഉണ്ടാകുമോ? കാരണം ഈ ജഡ്ജിയെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ അത് കോടതിക്കെതിരായിട്ടുള്ള ഒരു വിമർശനം കൂടിയാണ്, നമ്മുടെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്തതിന് തുല്യമാണ്. പക്ഷേ ഇതുവരെയും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ജഡ്ജിയെ വ്യക്തിഹത്യ ചെയ്യുന്ന, ഈ കോടതി വിധിയെ അധിക്ഷേപിക്കുന്ന ഈ സംഭവത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടികൾ ഉണ്ടാകുമോ ഡാനി? ടോം, ഇതിൽ ഔദ്യോഗികമായ ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിട്ടില്ല. പക്ഷേ എങ്കിലും സ്വാഭാവികമായി നമുക്കറിയാം, ഈ ജുഡീഷ്യറി എല്ലാം തന്നെ വിമർശിക്കുമ്പോൾ അതിലെ കുറച്ചുകൂടി കരുതലും എല്ലാം തന്നെ ആവശ്യമാണ്. സ്വാഭാവികമായും പലപ്പോഴും ചില വിധികൾക്കെതിരെ തന്നെ ചില വിമർശനങ്ങൾ, അത് പരോക്ഷമായെല്ലാം തന്നെ ചിലപ്പോഴെല്ലാം തന്നെ ഉന്നയിക്കപ്പെടാറുണ്ട്. പക്ഷേ ഇതിൽ നമുക്കറിയാം, ഈ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ, തൊട്ടടുത്ത മണിക്കൂർ എന്ന് പറയാം, തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ വലിയ രീതിയിലേക്ക് വിമർശനത്തിലേക്ക് വരുന്നു. പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ സ്വാഭാവികമായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിയായ കാര്യങ്ങൾ, വിവരങ്ങൾ, ഇതിൻ്റെ വസ്തുതകൾ തേടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു തുടർ നടപടി അടക്കമുള്ള ഇക്കാര്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോയേക്കാം. ഏതായാലും അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി നിയമവിദഗ്ധർ തന്നെയായിരിക്കും ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ആധികാരികമായി ഇത് സംബന്ധിച്ച് ഉറപ്പ് പറയേണ്ടത്. കാരണം ഇതിൽ ചില കാര്യങ്ങളിൽ നിന്നുകൊണ്ട്, അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനെ, അടയാളപ്പെടുത്തുന്നതിന് വലിയ സാങ്കേതികമായ ഒരു തടസ്സമോ കാര്യങ്ങളോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക്, ഒരു പരിധി വിട്ട അപ്പുറത്തേക്ക് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരെ വേറെങ്കിലും ഈ ജഡ്ജിയെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷേപങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനോട് ഒരിക്കലും തന്നെ ആരും യോജിക്കുകയില്ല. അതിൻ്റെ ഒരു മെറിറ്റിൽ നിന്നുകൊണ്ട് വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും എല്ലാം തന്നെ എപ്പോഴും ഉണ്ടാകും. പക്ഷെ അത് അതിന് കവിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിലേക്ക് കൃത്യമായ ഒരു ഇടപെടൽ അക്കാര്യങ്ങളിലെല്ലാം തന്നെ വന്നേക്കാം. കാരണം പലപ്പോഴും നമ്മളത് കാണുന്നതാണ്. അങ്ങനെ ഒരു സ്വാഭാവികമായ, അതിൻ്റെ കൃത്യമായ മീറ്ററിൽ നിന്നുകൊണ്ടുള്ളൊരു വിമർശനം ഒരു പരിധിവരെയെങ്കിലും അത് അനുവദിക്കപ്പെടുന്നതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പോകുമ്പോൾ, ഒരു കടന്നുകയറ്റമാകുമ്പോൾ, അല്ലെങ്കിൽ കണ്ണുപൂട്ടിയുള്ള ഒരു വിമർശനമാകുമ്പോൾ, അതിലൊന്നും നോക്കാതെ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, അത് രാഷ്ട്രീയമാകാം, മറ്റു പലതാകാം, ആ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ളൊരു വിമർശനത്തിലേക്ക് എല്ലാം പോകുമ്പോൾ അതൊരു നടപടി വിളിച്ചു വരുത്തൽ തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ജുഡീഷ്യറിയാണ് നമ്മുടെ. അതൊരു നല്ല പ്രവണതയാണോ എന്നതുപോലും അത്തരം ചർച്ചകളൊക്കെ ഉയരുന്നുണ്ട്. കാരണം നമ്മുടെ ജുഡീഷ്യറിയെ വിമർശിക്കുന്നത്, അവിടെ അപ്പീലിന് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഡാനി, ഈ കേസിൻ്റെ ഒരു തുടക്കം മുതലുണ്ടായ ഒരു ആക്ഷേപം വലിയ രീതിയിൽ, പ്രത്യേകിച്ചും ദിലീപ് പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ ഈ കേസ് അട്ടിമറിക്കപ്പെടും, കാരണം വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം കോടതിയിലുണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സാക്ഷികളുടെ കൂറുമാറ്റം, അതോടൊപ്പം മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത്, അങ്ങനെ പല വിവാദങ്ങളും പിന്നെ നിയമ നടപടികളും ഒക്കെ ഉണ്ടായ ഒരു കേസ് കൂടിയാണ്. എന്തായാലും ഈ വിധി വന്ന പശ്ചാത്തലത്തിൽ, ദിലീപിനെ കുറ്റവിമുക്തനാക്കിയൊരു പശ്ചാത്തലത്തിൽ പ്രോസിക്യൂഷൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന്. അത്തരം നടപടി എന്തായാലും വിധിപ്പകർപ്പ് പൂർണ്ണമായും ലഭിച്ച്, അതായത് ശിക്ഷാവിധിക്ക് ശേഷമായിരിക്കും വിധിപ്പകർപ്പ് ലഭിക്കുക. അതിനുശേഷം
എന്ത് നടപടി സ്വീകരിക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുമായിരിക്കും അല്ലേ? തീർച്ചയായും. കാരണം ഇതിനിപ്പോൾ പ്രോസിക്യൂഷൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ സർക്കാർ എല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഒരു പരിധിവരെ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തൽ പല ഭാഗങ്ങളിലുമുണ്ട്. അത് ചില മന്ത്രിമാർ തന്നെ ഇക്കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിയുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള നിയമപരിരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രോസിക്യൂഷൻ്റെ വാദം പൂർണ്ണമാകണമെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന വാദമുഖങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ ഈ മുഴുവൻ പ്രതികളിലേക്കും ശിക്ഷ എത്തണം എന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി വിട്ടയച്ച പ്രതികൾ ഉൾപ്പെടെ, ദിലീപ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ കക്ഷികളാണ്, ഇതിൽ പ്രതികളാണ് എന്ന വാദം ഉയർത്തിക്കൊണ്ട് തന്നെയായിരിക്കും സ്വാഭാവികമായി ഈ വിട്ടയച്ചതിന് ഈ വിധിക്കുമെതിരെ തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായും അപ്പീൽ പോകുന്നത്. അപ്പോൾ അത്തരം വാദങ്ങൾ കോടതിയിൽ അവർ ഉന്നയിക്കും. കാരണം ഈ കേസിൻ്റെ നാൾ വഴികളിൽ പലയിടങ്ങളിലും തന്നെയും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെയും ഇതിലെ ഈ ദൃശ്യങ്ങൾ പലരും കണ്ടത് ഈ ക്രമവിരുദ്ധമായി, കാരണം അനുവദിക്കപ്പെട്ടവരല്ല ഈ ദൃശ്യങ്ങൾ കണ്ടത് എന്നത് പോലും ഉന്നയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അനുചിതമായ ഒരു സമയത്ത് ഈ ഇത്തരം കാർഡുകൾ, മെമ്മറി കാർഡിൻ്റെ പരിശോധന നടന്നു എന്ന കാര്യങ്ങളുമെല്ലാം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിയായ കാര്യങ്ങൾ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കണം എന്നതടക്കമുള്ള ആവശ്യം ഇന്ന് ഈ നടിയടക്കം ഉന്നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിലടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതി അടക്കം ഞെട്ടൽ രേഖപ്പെടുത്തിയെന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത്? ഈ തെളിവുകൾ കോടതിയിൽ പോലും സുരക്ഷിതമല്ലേ എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ഉയർത്തപ്പെട്ട ഒരു കേസ് കൂടിയാണിതെന്നത് നമ്മൾ മറന്നുകൂടാ. കാരണം ഇടപെടലുകൾ പല ഭാഗങ്ങളിലും സ്വാധീനിക്കാൻ ശേഷിയുള്ളവരും കഴിവുള്ളവരുമാണ് മറുഭാഗങ്ങളിൽ പ്രതിഭാഗത്തുള്ളവർ. അതുകൊണ്ട് അവരുടെ ഇടപെടൽ ഈ കേസിലുടനീളമുണ്ടായിരുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ ഉയർന്ന ഒരു കേസ് കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ പരിശോധിക്കപ്പെട്ടേക്കാം ഇനിയുള്ള കോടതികളുടെ നടപടിക്രമങ്ങളിൽ എന്നാണ് പലരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയും ഇവിടെ നടന്നൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ കാര്യങ്ങൾ ഇതിപ്പോൾ ഈ വിചാരണ കോടതിയുടെ ശിക്ഷ ഇതടക്കം വരുന്നു. വിട്ടയച്ചവർ പൂർണ്ണമായും വിടുതൽ നേടിയെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതിനു മുകളിലും കോടതികളുണ്ടല്ലോ എന്ന് പറയുകയുണ്ട്. ഇപ്പോൾ വിട്ടയച്ചവർ നിരപരാധികൾ എന്ന രീതിയിലേക്ക് ആഘോഷിക്കപ്പെടുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് അഭിപ്രായം പറഞ്ഞത് CPI ജില്ലാ സെക്രട്ടറിയാണ് ഇവിടെ, അതിൻ്റെ അരുൺ പറഞ്ഞതാണ്. അത് കാരണം ഇതിന് മുകളിലും കോടതികളുണ്ട്, ആ കോടതികളിൽ നിന്നും വിധികൾ വരാനുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുക ചെയ്തിരുന്നു. അപ്പോൾ അത്തരം അഭിപ്രായങ്ങൾ ഈ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ അത് പറയുന്നുണ്ട്. ഇനിയും കോടതികളുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമല്ല, ഇനിയും മുന്നോട്ട് പോകാനുണ്ട് നിയമ പോരാട്ടം. ഇനി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായും അതൊരു നിയമ പോരാട്ടത്തിൻ്റെ വഴികൾ തന്നെയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ടതാനും. അപ്പോൾ ഈ കേസിൽ നാളെ ശിക്ഷാവിധിയിലേക്ക് അടക്കം കടക്കുമ്പോൾ 6 പേർക്കെതിരെ വന്നിട്ടുള്ള കുറ്റങ്ങൾ, അതിൽ അവർക്ക് തെളിയിക്കപ്പെട്ട വസ്തുതകൾ, കാര്യങ്ങൾ, ഇവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് പൊതുസമൂഹം ആവശ്യപ്പെടുമ്പോൾ കോടതിയിൽ നിന്ന് പൊതുവിലും അത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എങ്കിലും ഇനിയുള്ള നാളുകളും മുഴുവൻ പ്രതികൾക്ക് വേണ്ടി കേസിൽ ചേർക്കപ്പെട്ടവരെ ഈ കേസിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ കാണിക്കുവാനുള്ള ഒരു പോരാട്ടമായിരിക്കാം ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുക. വ്യക്തമാണ്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഇനി എന്തായിരിക്കും പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കുള്ള ശിക്ഷ? കാരണം കടുത്ത ശിക്ഷ അവർക്ക് നൽകണമെന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. മറുവശത്ത് ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊരു പരിഭവം അതിജീവിതയെ അനുകൂലിക്കുന്നവർ, അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് ഒപ്പമുള്ളവർ, ഈ നടിക്കൊപ്പമുള്ളവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ വിധിക്ക് ശേഷം അത്തരമൊരു പൊതുവികാരമാണ് ഉയർന്നു കേട്ടത്. പക്ഷേ അവിടെ ജഡ്ജിയെ വിമർശിക്കുന്ന, കോടതി വിധിയെ അല്ല, അവിടെ ജഡ്ജിയെ വ്യക്തിപരമായി വിമർശിക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോയിരുന്നു. പക്ഷെ എന്തായാലും ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കോട്ടയം പൂവത്തുമുട്ടിൽ അധ്യാപികയായ ഭാര്യയെ സ്കൂളിനുള്ളിൽ കയറി ഭർത്താവ് ആക്രമിച്ചു. കഴുത്തിന് വെട്ടേറ്റ അധ്യാപിക ഡോണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് ശേഷം ഭർത്താവ് കൊച്ചുമോൻ ഓടി രക്ഷപ്പെട്ടു.
പൂവത്തുംമൂട് ഗവൺമെന്റ് LP സ്കൂളിലെ ഓഫീസ് മുറിയിൽ വെച്ചാണ് സംഭവം. കുടുംബ വഴക്കിനെ തുടർന്ന് കുറച്ച് നാളുകളായി ഇരുവരും പിരിഞ്ഞു കഴിയുകയായിരുന്നു. രാവിലെ 9:30 ഒരു പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു. അന്നേരം ഞാൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ വന്നില്ല എന്ന് പറഞ്ഞു. എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പം ഒരു പുസ്തകം കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ പുസ്തകം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പം അല്ല ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞ് പറഞ്ഞപ്പം വേണ്ട ഞാൻ തന്നെ കൊടുത്തോളാന്ന് പുള്ളിക്കാരൻ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിപ്പോയി. അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ 10:45 ഇവിടെ വരുന്നത്. അത് വരുന്ന ഞാൻ കണ്ടില്ല. ഞാൻ ഓഫീസിലില്ലായിരുന്നു. ഞാൻ ആ പ്രീ പ്രൈമറി പിള്ളേരുടെ അടുത്ത് പോയിരിക്കുമായിരുന്നു. അപ്പോൾ തിരിച്ചിതെല്ലാം കഴിഞ്ഞു വേളം കേട്ടു ഇവിടെ വരുമ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പം ക്ലാസ് മുറിയിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വെച്ചാൽ ചെയ്തത്. പുസ്തകത്തിന്റെ അകത്ത് ആയിരിക്കും, നമുക്കറിയത്തില്ല. പുസ്തകത്തിന്റെ അകത്ത് ആയിരിക്കണം. പുസ്തകം കയ്യിലുണ്ടായിരുന്നു വരുമ്പോഴും. രണ്ടാമത് വരും ഞാൻ അത് കണ്ടില്ല. പക്ഷെ അങ്ങനെ പുസ്തകം കൊണ്ടാ വന്നേന്ന്. അതെ. ഇപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ അകത്ത് വെച്ചാണ് ചെയ്യുക. അപ്പം ടീച്ചർ പിന്നെ കാറിക്കൊണ്ട് വരുമ്പോഴാണ് എല്ലാവരും കാണുന്നത്. പുള്ളിക്കാരൻ വന്ന് വിളിച്ച് എന്തെങ്കിലും പറയാനാന്നല്ല വിചാരിക്കും. ഇവിടെ വേണമെങ്കിൽ താമസിക്കാൻ നമ്മൾ ഒത്തിരി നാളായതല്ലേ. അന്നേരം പിന്നെ എന്തിനേലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ടീച്ചർ ഓഫീസിലോട്ടായിരിക്കും കയറി പോകുന്നത്. അന്നേരം അത് അങ്ങനെ ഇവിടെ വെച്ചാണ് ചെയ്തത്. വേദന എടുക്കുന്നു പറഞ്ഞ അങ്ങനെ കാര്യം വർത്താനം പറയുന്നുണ്ട്. അല്ലാതെ വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓട്ടം വിളിച്ചു പോയി. ഇപ്പൊ ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോകായിരുന്നു. വേദന എടുത്ത് ഇങ്ങനെ കുറയുമല്ലേ. അല്ലാതെ തലകറവും അങ്ങനെയൊന്നും ചെയ്തു. അവിടെ ഇങ്ങനെ ബ്ലഡ് പോകുന്നത് കണ്ടു. നമ്മുടെ പുറകെ താമസിക്കുന്ന ഹിന്ദിക്കാരാണ് കണ്ടോണ്ടിരിക്കുന്നത്. പിടിച്ചേക്കുക. അപ്പൊ പുള്ളിക്കാരത്തി അത് കണ്ടോണ്ടാണ് അവിടെ നിങ്ങൾക്ക് ഓടി വന്നു കഴിഞ്ഞപ്പോൾ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഒരു സ്കൂളിനുള്ളിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ അധ്യാപികയായ ഡോണിയയും ഭർത്താവ് കൊച്ചുമോനും കുറച്ച് നാളുകളായി കുടുംബ പ്രശ്നത്തെ തുടർന്ന് അകന്നു കഴിയുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് പെട്ടെന്നുള്ള ഈ പ്രകോപനത്തിന് കാരണം? എപ്പോഴായിരുന്നു സംഭവം? പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം എന്ത് എന്നുള്ളത് അറിയാൻ കൊച്ചുമോനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ വരെ അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇയാൾ നിരന്തരം മർദ്ദിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൽ മാത്രമല്ല, അയാൾക്ക് തോന്നുമ്പോഴൊക്കെ ഭാര്യയെ മർദ്ദിച്ചിരുന്ന ആളാണ്. തുടർന്നാണ് ഈ ഭാര്യ ഡോണിയ ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഏറ്റുമാനൂരിലെ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു ഡോണിയ കുറച്ചു കാലമായി താമസിച്ചുകൊണ്ടിരുന്നത്. ഇരുവരും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളിൽ പലതവണ മർദ്ദനമുണ്ടാകുകയും മണ്ണർകാട് പോലീസിൽ പരാതിപ്പെടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തതാണ്. പിന്നീടും അതിനുശേഷവും ഒരുമിച്ച് താമസിച്ചിരുന്നു. പക്ഷെ പിന്നെയും മർദ്ദനം നടത്തി എന്നുള്ളതാണ്. പരപുരുഷ ബന്ധമൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഈ കൊച്ചുമോൻ ഡോണിയയ്ക്കെതിരെ ഈ അതിക്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് രാവിലെ ഏതാണ്ട് 9:30 ആദ്യഘട്ടത്തിൽ ഈ സ്കൂളിലെത്തി. പക്ഷേ അധ്യാപിക എത്തിയിരുന്നില്ല എന്നറിഞ്ഞതോടെ പോയ ശേഷം വീണ്ടും ഇയാൾ മടങ്ങി വരികയായിരുന്നു. അങ്ങനെയാണ് രാവിലെ 10:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഓഫീസ് മുറിയിൽ വെച്ചാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അധികം ആളുകൾ ഒന്നും ദൃക്സാക്ഷികളായി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒരു LP സ്കൂളാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ടീച്ചർമാരൊക്കെ മറ്റ് ക്ലാസ് മുറികളിലായിരുന്നു. തൊട്ട് പിന്നിൽ താമസിച്ചിരുന്ന ആളുകളാണ് ഇത് കണ്ടിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ആശ്വാസകരമായിട്ടുള്ളത്, നിലവിൽ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. ഒരു തവണ ഇങ്ങനെ മുറിവേൽപ്പിച്ചപ്പോൾ തന്നെ ഇവർ എതിർക്കുകയും ബഹളം വെക്കുകയും ചെയ്തതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഒരു പുസ്തകം കൊടുക്കണം എന്ന നിലയിലാണ് ഇയാൾ ആദ്യം എത്തുന്നത്. ആദ്യം മറ്റുള്ള അധ്യാപകരുടെ ചോദിച്ച സമയത്ത് ഞങ്ങൾ കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞു വന്നു. കത്തി എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്നുള്ളത് വ്യക്തമല്ല. ഒരുപക്ഷെ പുസ്തകത്തിൽ വെച്ച് ഒളിപ്പിച്ചു കൊണ്ടുവന്നതാണോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ എന്തായാലും വ്യക്തമല്ല. കോട്ടയം തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഡോണിയ ഇപ്പോൾ കഴിയുന്നത്. അവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ വീടിനുള്ളിൽ നടക്കുന്ന ഈ അധ്യാപികയെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നോ ഭർത്താവ് സ്കൂളിലെത്തിയത്? ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയൊക്കെ കൺമുന്നിൽ വെച്ചാണോ ഈ ദാരുണമായ സംഭവം ഉണ്ടായത്? ടോമാതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ഇതിന് അധികം ദൃക്സാക്ഷികളൊന്നുമില്ല. പ്രത്യേകിച്ച് ഓഫീസ് മുറിയിൽ വെച്ചാണ് ഇയാൾ വന്നതോടുകൂടി, ഇയാൾ വന്നു എന്ന് അറിഞ്ഞ് അധ്യാപിക ഓഫീസ് മുറിയിലേക്ക് എത്തിയതാകാം എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം തീർച്ചയായും ഈ പ്രതിക്കുണ്ട്
എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കരുതേണ്ടി വരും. കാരണം കഴുത്തിനാണ് മുറിവേൽപ്പിച്ചത്. അത് മുറിവേൽപ്പിച്ചു. ആദ്യ ഘട്ടത്തിൽ തന്നെ ബഹളം ഉണ്ടായതോടുകൂടി ഇയാൾ പെട്ടെന്ന് പരിഭ്രാന്തനായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മുറിവിൽ നിന്ന് ചോര വീണ് നിലത്ത്, ഓഫീസ് റൂമിൽ നിലത്തൊക്കെ വീണ് കിടക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായി പറഞ്ഞാൽ ഒരു വധശ്രമം തന്നെയാണ് നടന്നത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷെ അതിഗുരുതരമായ പരിക്കിലേക്ക്, തുടർച്ചയായ കുത്തുകളിലേക്കൊന്നും പോയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ കൊച്ചുമോനെ തേടി പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇയാളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച്, അതെങ്ങനെ നടപ്പാക്കാനായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള അതെല്ലാം പോലീസ് ഇനി ഈ കൊച്ചുമോനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിലൂടെ മാത്രമേ അത്തരം വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. നിരന്തര മർദ്ദനത്തിനിരയായിരുന്നു ഈ ഡോണിയ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയാണ് അവർ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ന നിലയിൽ മറ്റൊരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലേക്ക് താമസം മാറുകയും അവിടെ നിന്ന് ഈ സ്കൂളിലേക്ക് പോയി വരികയൊക്കെ ചെയ്യുന്ന നിലയുണ്ടായത്. നിലവിൽ എന്തായാലും പ്രതിയെ പിടികൂടുക എന്നുള്ള ലക്ഷ്യമാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. അതിനുവേണ്ടി ഊർജിതമായ തിരച്ചിൽ പോലീസ് നടത്തി വരുന്നുണ്ട്. ഇയാൾ എത്താൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം പതിവായി ആക്രമണത്തിനിരയാകുന്നു, ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ശ്രീത്ത്, ഇയാളൊരു ലഹരിക്കടിമയായിരുന്നു അല്ലെങ്കിൽ സ്ഥിരം മദ്യപാനിയായിരുന്നു. എന്താണ് ഇരുവരും തമ്മിലുള്ള ഈ കുടുംബ പ്രശ്നത്തിന് കാരണമായത്? ലഹരി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇയാൾ പരപുരുഷ ബന്ധം ആരോപിച്ചുകൊണ്ടാണ് ഭാര്യയെ നിരന്തരം ക്രൂരമായി മർദ്ദിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഡോണിയുടെ മൊഴിയും മറ്റും കൂടുതലായി ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവരുടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. പോലീസ് അവിടെ എത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി ശേഷമായിരിക്കും തുടർ നടപടികൾ അക്കാര്യത്തിൽ ഉണ്ടാകുക. പരപുരുഷ ബന്ധം ആരോപിച്ച് തന്നെയാണ് നിരന്തരം മർദ്ദനം ഉണ്ടായിരുന്നത്. കോട്ടയം ജംഗ്ഷൻ നഗരത്തിന് സമീപമുള്ള മോസ്കോ കവല, ഇതിന് കുറച്ചടുത്തുള്ള മോസ്കോ കവലയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. പല ഘട്ടത്തിൽ പോലീസിൽ തർക്കങ്ങളൊക്കെ എത്തിയിരുന്നതാണ്. മണർകാട് പോലീസിലാണ് ആ ഘട്ടത്തിൽ പരാതി നൽകിയത്. ആ പരാതിയിൽ പിന്നീട് ഒരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടായി. വീണ്ടും താമസിക്കാൻ തുടങ്ങിയ ശേഷവും മർദ്ദനമുണ്ടായി. അതായത് പോലീസിലേക്ക് ചെന്നാലും ഇത് ഒന്നിച്ചു പോകുന്നില്ല, മർദ്ദനമുണ്ടാകുന്നു എന്ന് കണ്ടതോടെയാണ് ഡോണിയ ആ വീട്ടിൽ നിന്ന് തന്നെ താമസം മാറി സ്വസ്ഥമായ ഒരു ജീവിതത്തിന് ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഏറ്റുമാനൂരിലെ ഈ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലേക്ക് താമസം മാറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ മാറ്റി അവിടെ നിന്ന് പോയി വരികയായിരുന്നു. അവിടെ നിന്ന് പോയി വരുന്നതിനിടെയാണ് ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എത്തിയത്. ഒരു സ്കൂള് പോലെ ഒരു സ്ഥലത്തെത്തി ഇങ്ങനെ ഒരു ക്രൂരകൃത്യം കൊച്ചുമോൻ ചെയ്യാൻ തയ്യാറായത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കുട്ടികൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും സ്കൂള് പോലെ ഒരു സ്ഥലത്ത് വെച്ച് പോലും അയാൾ ഈ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുക എന്ന് പറയുമ്പോൾ അത്രത്തോളം മാനസിക നില അയാളുടേത് അങ്ങനെയായിരുന്നു. ക്രൂരത ഉണ്ടായിരുന്ന ഒരു മാനസിക നിലയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയും എവിടെ വെച്ചാണെങ്കിലും ഭാര്യയെ കൊലപ്പെടുത്തുക, ഇത് മാത്രമായിരുന്നു ഇയാളുടെ മനസ്സിൽ. സംശയമാണ് ഇരുവരുടെയും ദാമ്പത്യ ബന്ധത്തെ തിരിച്ചടിയായത്. അതേ തുടർന്നാണ് ഭർത്താവ് അധ്യാപികയെ സ്കൂളിലെത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ റബ്ബർ പുരയിടത്തിൽ മനുഷ്യന്റെ അസ്ഥികൂടത്തിന് സമീപത്തായി തലയോട്ടിയും വസ്ത്രവും മുടിയും കണ്ടെത്തിയിട്ടുണ്ട്. ശരീരാവശിഷ്ടങ്ങൾക്ക് 10 ദിവസത്തോളം പഴക്കം വരും. 75 വയസ്സുള്ള ദേവദാസൻ എന്നയാളെ 10 ദിവസമായി പ്രദേശത്തൊന്നും കാണാനില്ലായിരുന്നു. സമീപത്തുണ്ടായിരുന്ന കണ്ണാടിയും ചെരുപ്പും ഇദ്ദേഹത്തിന്റെ മരുമകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്ന ദേവദാസൻ എന്ന് പറയപ്പെടുന്ന ഒരു അദ്ദേഹത്തെ കാണാനില്ല എന്ന ഒരു വിവരം കിട്ടുകയും അതിനനുസരിച്ച് നമ്മളെല്ലാം കൂടെ ഈ പരിസരത്തെല്ലാം ഒരു പരിശോധന നടത്തിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു അഴുകി നശിച്ച ഒരു മൃത ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് വല്ല പന്നിയുടെയോ അല്ലെങ്കിൽ അത് മറ്റു പോലുള്ള ജന്തുക്കളുടെയോ ആയിരിക്കുമെന്നാണ് ഒരു അഭിപ്രായം ഉയർന്നു വന്നത്. പക്ഷെ പിന്നീട് ഒരു വിശദമായ പരിശോധന നടത്തിയപ്പോൾ ദേവദാസൻ ആശാരിയുടെ വസ്ത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ചെരുപ്പും മറ്റ് പണിയായുധങ്ങളും എല്ലാം തന്നെ അവിടെ നിന്ന് കണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അനുമാനിക്കുന്നത് ഇത് അദ്ദേഹം തന്നെ ആയിരിക്കുമെന്നാണ് അനുമാനിക്കുന്നത്. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല. കഴിഞ്ഞ 10-12 ദിവസക്കാലമായി ഇദ്ദേഹത്തെ കാണാനില്ലെന്നാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. നിങ്ങളാണ് ആദ്യം കണ്ടത്? നമ്മൾ തൊഴിലാളികളെ മുഴുവൻ കണ്ടു. ഒരാഴ്ച കൊണ്ട് ഇവിടെ സ്മെല്ലുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ഇന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇന്ന് വന്നപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു. അങ്ങനെ ഇന്ന് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞ് വന്നായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ബോഡി കണക്ക് തോന്നി. ഇതിൽ എന്തൊക്കെ ഒരു സംശയത്തിൻ്റെ ഏർപ്പാടുണ്ട്. കാര്യം കത്തിയൊക്കെ കിടക്കുന്നു എന്തോ ഇങ്ങനെ. പിന്നെ അത് മാത്രമല്ല എപ്പോഴൊക്കെ ഇവിടെ ആൾ കാണുന്നത് ഇത്രയും ദിവസമായിട്ട് ഇതൊന്ന് കാണാനോ എടുക്കാനോ ഒന്നും ആർക്കും പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. ഇത്രയും നികൃഷ്ടമായ ബോഡി ഇത്രയും വളരെ ആവുന്നത് വരെ ആർക്കും ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. എപ്പോഴും ആൾ ഇതിൽ അവിടെ ഇവിടെയൊക്കെ പോകുന്നതും വിശേഷിച്ച് അവിടെ കളിക്കാൻ ചില ബറ്റാലിയൻ കളിക്കാൻ വന്നിരിക്കുമായിരുന്നു. കടയ്ക്കാവൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. എസ് അഭിലാഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. അഭിലാഷ്, കഴിഞ്ഞ 10 ദിവസമായി 75കാരൻ വയോധികനെ കാണാനില്ലെന്ന പരാതി ഉണ്ടായിരുന്നു. ഒടുവിൽ റബ്ബർ തോട്ടത്തിൽ മൃതദേഹം കണ്ടെത്തുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ? പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ്? ടോം, ഈ കടയ്ക്കാവൂരിന് സമീപത്ത് കണ്ണങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബോഡി ഇന്ന് കണ്ടെത്തിയത്. ബോഡി എന്ന് പറയില്ല, അസ്ഥികൂടം ഇന്ന് കണ്ടെത്തിയത്. ആ അവസ്ഥയിലായിരുന്നു ഇത് കണ്ടെത്തിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ ഈ ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആ നാട്ടുകാരും തന്നെ ഇത്തരത്തിൽ അറിഞ്ഞിരുന്നില്ല. വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ നായകളോ മറ്റോ ഈ പ്രദേശത്ത് ചത്തുകിടപ്പുണ്ടാവും എന്നാണ് നാട്ടുകാരും ധരിച്ചത്. എന്തായാലും ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ മൃതദേഹം ഈ അവസ്ഥയിൽ കണ്ടെത്തിയത്. മാത്രമല്ല ഈ ദേവദാസൻ എന്ന് പറയുന്ന ആളെ ഇതിന് സമീപത്തായി തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഇയാളെയും ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ വീട്ടിൽ കാണാനില്ല എന്നൊരു വിവരം കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ആ പ്രദേശമാകെ അന്വേഷിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിൽ ശരീരത്തിൽ നിന്നും തല വേർപെട്ട രീതിയിൽ ഈ ബോഡി കണ്ടെത്തിയത്. ഇതിന് സമീപത്ത് നിന്ന് തന്നെ ഈ ഇദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കണ്ണാടി തുടങ്ങിയവയെല്ലാം കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ ബന്ധുവിനെ മരുമകനെ വിളിച്ച് വരുത്തി ഈ വസ്ത്രങ്ങളും കണ്ണാടിയുമെല്ലാം ഇയാളുടെ തന്നെ ദേവദാസന്റെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കൂടിപ്പോയത്. എന്തായാലും ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായൊരു വിവരം ഇതുവരെയും പറയാറായിട്ടില്ല. കാരണം ഈ 10 ദിവസത്തോളം മുമ്പാണ് ഈ സംഭവം ഇവിടെ നടന്നിരിക്കുന്നത്. തെരുനായ്ക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ എന്തോ ഈ ശരീരത്തെ കടിച്ച് മറ്റത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇങ്ങനെ ആവാൻ തല വേർപെട്ടതെന്ന് പോലീസ് അനുമാനിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഫോറൻസിക് അംഗം ഉൾപ്പെടെ പരിശോധന നടത്തി വരുന്നുണ്ട്. കൂടുതൽ ഇത് സംബന്ധിച്ച് എങ്ങനെ മരണകാരണം എന്നൊക്കെ സംബന്ധിച്ച് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ പറ്റൂ എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കുടുംബാംഗങ്ങൾക്കോ നാട്ടുകാർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ അഭിലാഷ്? കാരണം ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഇവിടെ എന്തിനാണ് ഈ ദേവദാസൻ എത്തിയത് എന്നൊരു ചോദ്യം ഉൾപ്പെടെ സ്വാഭാവികമായും ഉയരാം. ഒരു കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ? അതോ എന്തെങ്കിലും അപകടം സംഭവിച്ചതായിരിക്കുമോ? പോലീസിനോടും ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഈ ഭാഗത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. കുടുംബവുമായി നേരത്തെ തന്നെ ചെറിയ പിണക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ കുടുംബക്കാരും ഇങ്ങോട്ട് വരാറോ സഹകരിക്കാറോ ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 10 ദിവസമായിട്ടും ഈ ഇദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള വിവരം പുറത്ത് പലരും അറിയാതെ പോയത്. എന്തായാലും ഇയാൾക്ക് മറ്റ് ശത്രുക്കളോ അല്ലെങ്കിൽ കൊലപ്പെടുത്തേണ്ട രീതിയിലുള്ള സാഹചര്യമോ പ്രത്യക്ഷത്തിൽ മറ്റേ നാട്ടുകാരുടെ അറിവിലില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. മറ്റേതെങ്കിലും രീതിയിലായിരിക്കാമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഈ കൊലപാതകം എന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഒരു സംശയത്തിലേക്ക് പോലീസും ഇനിയും പോയിട്ടില്ല. തുടർന്ന് ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ, കാരണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൃതദേഹം ആ അവസ്ഥയിലാണ്. കാരണം 10 ദിവസത്തോളം കഴിഞ്ഞ മൃതദേഹം അസ്ഥികൂടം മാത്രമാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങളും മറ്റും ഫോറൻസിക് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതൊരു മരണകാരണത്തെ സംബന്ധിച്ച് വ്യക്തമായി പറയാൻ കഴിയൂ എന്നുള്ളതാണ്. വ്യക്തമാണ്. എസ് അഭിലാഷാണ് വിവരങ്ങൾ നൽകുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ഇടവേളയിൽ സ്പോട്ട് ലൈവ് തുടരുന്നു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ച സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ. 23കാരിയുടെ പരാതിയിലും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടെന്ന ജില്ലാ കോടതിയുടെ നിരീക്ഷണം ഹൈക്കോടതിയിലും അനുകൂലമായി മാറുമെന്ന വിലയിരുത്തലിലാണ് പ്രതിഭാഗം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നത്.
അതേസമയം കൂട്ടുപ്രതി ജോബി ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കേസിലെ ഇരയെ അപമാനിച്ച രാഹുൽ ഈശ്വർ ജയിലിൽ തുടരും. പോലീസ് കസ്റ്റഡി പൂർത്തിയാക്കിയ രാഹുലിനെ കോടതി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡി വിടുകയായിരുന്നു. ജാമ്യം ലഭിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതിയിൽ പ്രതീക്ഷ ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നല്ലേ? വിശ്വാസം, പ്രാർത്ഥിക്കുന്നു. നിങ്ങളും കൂടെ പറയുക. ആരോഗ്യം എങ്ങനെ പറയണ ശരിയാണ്. വി അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എന്തായാലും രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലേക്ക് വരാം. അതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം അനുവദിച്ച സെഷൻസ് കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നുണ്ട്. അതായത് ഇത് വലിയ തിരിച്ചടിയാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ചുണ്ടായത്. ആദ്യത്തെ കേസിൽ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് തടയുന്നു. രണ്ടാമത്തെ പരാതിയിൽ, അതായത് ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതി മുൻകൂർ ജാമ്യവും അനുവദിച്ച സാഹചര്യം. എന്ത് നീക്കമാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ആലോചിക്കുന്നത്? ഏറ്റവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്ന അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ പൊതുവിലുണ്ടായിരുന്നു. അത് പ്രോസിക്യൂഷനും ആശങ്കയുണ്ടായിരുന്നു രാഹുലിന് ജാമ്യം നൽകുമോ എന്ന കാര്യത്തിൽ. പക്ഷേ അതുണ്ടായില്ല. കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ചു. പിന്നീട് ഹൈക്കോടതിയിൽ പോകുമ്പോഴാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. പക്ഷേ രണ്ടാമത്തെ കേസ് കുറച്ചുകൂടി കൃത്യമായ കേസാണ്, വ്യക്തമായ കേസാണ്, വളരെ കൃത്യമായ എവിഡൻസ് ഉള്ള കേസാണ്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കില്ല, സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് പ്രോസിക്യൂഷൻ ഉറപ്പിച്ച കേസായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായത് തീർത്തും തിരിച്ചുള്ള വിധിയാണ്, വിരുദ്ധമായ വിധിയാണ്. അത് ഞെട്ടിക്കുന്ന ഒരു വിധി എന്നാണ് പൊതുവിൽ പ്രോസിക്യൂഷൻ്റെ അഭിപ്രായം. അവർ തീർത്തും അപ്രതീക്ഷിതമായത് അത്തരമൊരു വിധി. അതുകൊണ്ട് തന്നെ ഉടനടി അതിൽ ഒരു അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷൻ ആലോചിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടി വിധി കോടതി ഓപ്പൺ കോടതിയിൽ പറയുമ്പോൾ അതിനുശേഷം വിധി പകർപ്പ് വൈകാതെ ലഭിച്ചാൽ അപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള ഒരുക്കങ്ങൾ പ്രോസിക്യൂഷൻ സർക്കാർ പൂർത്തിയാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ ഹൈക്കോടതിയിൽ ടുഡേ മൂവ് ചെയ്ത്, അതായത് ഇന്നലെ തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ പോകാനായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആലോചന. പക്ഷേ ഈ ഉത്തരവ്, ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിക്കാൻ വൈകി, ഉത്തരവ് പ്രോസിക്യൂഷന് ലഭിക്കാൻ വൈകി. അത് വലിയൊരു കാലതാമസം, ഒരു അസ്വാഭാവിക കാലതാമസം ഉണ്ടായെന്ന് വിലയിരുത്തലും പല കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഏതായാലും ആ കാലതാമസം കാരണമാണ് ഇന്നലെ അത് ഫയൽ ചെയ്യാൻ കഴിയാതെ പോയത്. ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുമെന്ന തരത്തിലുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് തന്നെ അയാൾ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു നടത്തി. പക്ഷേ ഏതായാലും രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുന്നില്ല എന്ന് പിന്നീട് വ്യക്തമായി. പക്ഷേ ഇതുവരെ ആ കേസിൽ അപ്പീൽ പോയിട്ടില്ല. ഇന്ന് തന്നെ പോകാനാണ് സാധ്യതയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അറിയാൻ കഴിയുന്നത്. അപ്പീൽ പോയാൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിക്കുമെന്ന പ്രതീക്ഷ പ്രോസിക്യൂഷനുണ്ട്. കാരണം കുറച്ചുകൂടി വ്യക്തമായ, കുറച്ചുകൂടി കൃത്യമായ തെളിവുകളുള്ള, പെൺകുട്ടിയുടെ മൊഴിയടക്കമുള്ള ഒരു കേസാണിത്. ഒരു തരത്തിൽ രാഷ്ട്രീയ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്നൊക്കെ ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടം ജാമ്യാപേക്ഷയിൽ പറയുമ്പോൾ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുമ്പോൾ ഇവിടെ അത്തരത്തിലൊരു വാദമുഖം പോലും നിർത്താൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഏക പ്രശ്നം അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ട് പോലീസിന് നേരിട്ട് പരാതി നൽകിയില്ല, എന്തുകൊണ്ട് KPC അധ്യക്ഷ പരാതി നൽകിയെന്ന ചോദ്യമാണ് വാദിഭാഗം പ്രധാനമായി ഉന്നയിച്ചത്. ജാമ്യം ലഭിക്കാൻ കാരണമായ അതുമൊക്കെ ആ വിധി പകർപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ്റെ നിലപാട് വളരെ കൃത്യമായ തെളിവുകളുള്ള കേസാണ്. അത് ഈ രീതിയിൽ തള്ളിപ്പോകുമെന്ന് പ്രോസിക്യൂഷൻ വിശ്വസിച്ചിരുന്നില്ല, കരുതിയിരുന്നില്ല. ഏതായാലും ഹൈക്കോടതിയിൽ പോയാൽ അനുകൂല ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയുള്ളൂ. അധികം വൈകാതെ ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ജാമ്യം, തിരുവനന്തപുരം സെഷൻസ് കോടതിയിലേക്ക് ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ഉത്തരവ് അസ്ഥിരപ്പെടുത്തുമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കും. പക്ഷേ ഈ കോടതിയുടെ നടപടിയെ വിമർശിക്കുമ്പോഴും സമാനമായ മറ്റ് കേസുകൾ കൂടി പരിശോധിക്കേണ്ടതല്ലേ? കാരണം ഇവിടെ കോടതി ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്, പീഡനമാണ്. എന്തുകൊണ്ടാണ് പരാതി നൽകാൻ ഇത്രയധികം വൈകിയത്? രണ്ടാമത്തേത്, ഇതൊരു പാർട്ടിക്കല്ല പരാതി നൽകാൻ. കാരണം കോൺഗ്രസ്സിലത് ഒരു പതിവില്ലാത്ത രീതിയാണ്. CPM-ലാണ് ഈ രീതിയിൽ പാർട്ടി കോടതിയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നത് CPM-ൻ്റെ ഒരു പ്രവണതയാണ്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ KPCCക്ക് പരാതി നൽകുന്നു. അത് ഒന്നല്ല, ഇതിന് മുൻപൊരു പരാതി നൽകി, ആ പരാതി ഗൗനിച്ചില്ല. രണ്ടാമത് പരാതി വിവാദമായതിനെ തുടർന്ന്
KPCC പ്രസിഡന്റ് നൽകിയ പരാതി KPCC പ്രസിഡന്റ് DGP കൈമാറുകയായിരുന്നു. അതേ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തത്. കോടതി ഇത്തരമൊരു ചോദ്യം ഉന്നയിക്കുന്ന ന്യായമായ കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇതോടൊപ്പം മറ്റ് കേസുകൾ കൂടി ഇവിടെ കൂട്ടി വായിക്കണം. സമാനമായിട്ടുള്ള രീതിയിൽ വേടൻ്റെ കേസ്, അതല്ലെങ്കിൽ മുകേഷിൻ്റെ, മറ്റ് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റു പല ലൈംഗിക പീഡന പരാതികളിലും കോടതി അന്ന് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ച പ്രസക്തമായ കാര്യവും ഇതുതന്നെയായിരുന്നു. എന്തുകൊണ്ട് ഇത്രയധികം കാലതാമസമുണ്ടായി പരാതി നൽകാനെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസിലും സമാനമായ രീതിയിൽ തന്നെയല്ലേ നടപടിയും ഉണ്ടായത്? നിയമവൃത്തങ്ങളിൽ രണ്ടഭിപ്രായമുണ്ട്. കോടതിയിൽ ഇന്നലത്തെ ആ വിധിയിലെ നിരീക്ഷണമൊക്കെ അഭിപ്രായം നിയമവൃത്തങ്ങളിലുണ്ട്. കോടതി ഒരുപക്ഷെ പൂർണ്ണമായും ഇത്തരം ഇതിൻ്റെ തെളിവുകളൊക്കെ പഠിച്ചിട്ടാണോ ഇതിലേക്ക് പോയത്? പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. കൃത്യമായി തന്നെ പെൺകുട്ടി എന്തുകൊണ്ട് താൻ പരാതി നൽകിയില്ല, എന്തുകൊണ്ട് സ്വാഭാവികമായും കാലതാമസമുണ്ട്. കാലതാമസമെന്നൊക്കെ ഈ ബലാത്സംഗ കേസുകൾ അത്തരം കാലതാമസമൊന്നും ഒരു കാരണമല്ല. എപ്പോഴായാലും പരാതി നൽകിയാൽ അത് പരിഗണിക്കണം തന്നെയാണ് കോടതികളുടെ മുൻ വിധികളുമൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കാലതാമസം ഒരു കാരണമായി ചൂണ്ടിക്കാണാൻ കഴിയില്ല. പെൺകുട്ടിയുടെ മൊഴിയിലെ പൊരുത്തക്കേടുകളാണ് ഒന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. മറ്റൊന്ന്, എന്തുകൊണ്ട് KPCC നേതൃത്വം നൽകി, എന്തുകൊണ്ട് ഇത് മറ്റു പരാതിയുമായി മുന്നോട്ട് പോയില്ല? KPCC നേതൃത്വത്തിന് സ്വാഭാവികമായും പരാതി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നത്. മാത്രവുമല്ല, ആ പെൺകുട്ടി ഇപ്പോൾ പോലും പരാതിയുമായി മുന്നോട്ട് പോകാൻ ഭയക്കുന്നുണ്ട്. അതിന് കാരണം അവർ ആ പരാതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സ്വാധീനമുള്ളയാളാണ്. ഒരു ഇര, ആദ്യത്തെ കേസിലെ ഇര രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയപ്പോൾ അവൾക്ക് നേരിടേണ്ടി വന്ന അപമാനം, അവളുടെ ഐഡന്റിറ്റി വ്യക്തമായിക്കൊണ്ട് അവളെ പൊതുജന മധ്യത്തിൽ അവഹേളിച്ചു, കൃത്യമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടന്നാക്രമിച്ചു, അവളുടെ ഐഡന്റിറ്റി പുറത്തു വന്നു, അവളുടെ കുടുംബത്തെ പോലും വേട്ടയാടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ആ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും നാൾ പരാതിയുമായി മുന്നോട്ട് പോകാത്തതാണ് ആ യുവതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അവർ കുടുംബത്തിൻ്റെ കൂടി പിന്തുണ ഈ വിഷയത്തിൽ, അതായത് ഇത്തരം ഒരു നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ അവരുടെ കുടുംബം ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ മറികടന്നുകൊണ്ട്, നിരവധി വെല്ലുവിളികൾ മറികടന്നുകൊണ്ടാണ് ആ പെൺകുട്ടി ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നത്. അത് കോടതി എന്തുകൊണ്ട് പരിഗണിച്ചില്ല ചോദ്യമാണ് നിയമവൃത്തങ്ങൾ തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും ഈ കോടതി വിധിയുടെ മെറിറ്റ് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ പ്രോസിക്യൂഷൻ സർക്കാർ അപ്പീൽ പോവുക, ഹൈക്കോടതി അപ്പീൽ പോവുക. അപ്പോൾ ഇപ്പോൾ ഉള്ള വിധിയുടെ ഇതിലൊക്കെ തിരുത്തലുണ്ടാകുമെന്ന പ്രതീക്ഷ കൂടിയാണ് പ്രോസിക്യൂഷൻ പങ്കുവയ്ക്കുന്നത്. ഇന്നലെ തന്നെ ആ വിധിപ്പകർപ്പ് ലഭിക്കുന്ന പ്രതീക്ഷയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥ അടക്കം കോടതി എത്തിയിരുന്നു. പക്ഷേ ഇന്നലെ ആ വിധിപ്പകർപ്പ് പുറത്തു വന്നില്ല. അതുകൊണ്ടാണ് രാത്രിയോളം ഏതാണ്ട് ഒരു 6 മണിക്ക് ശേഷമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പീൽ സമർപ്പിക്കാൻ വൈകിയത്. പക്ഷേ ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇരയ്ക്ക്, പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കാൻ മതിയായ കാരണങ്ങൾ, അതിൻ്റെ തെളിവുകളൊക്കെ ഈ ഹർജി പ്രോസിക്യൂഷൻ നിർത്തിയ വാദമുഖങ്ങളിലും അതിൻ്റെ തെളിവുകളിലും ഉണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നത്. മറിച്ചുള്ള വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് സർക്കാരും പ്രോസിക്യൂഷനും. പക്ഷേ അതോടൊപ്പം അരുൺ, അറിയേണ്ടത് ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. കാരണം തുടക്കത്തിൽ നമുക്കറിയാം, ഈ കേസിൽ അറസ്റ്റിലായപ്പോൾ മെൻസ് അസോസിയേഷൻ വേണം, തൻ്റെ പോരാട്ടം തുടരും, പുരുഷന്മാർക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തുമെന്നൊക്കെ പറഞ്ഞ രാഹുൽ ഈശ്വറിൻ്റെ ആ ശൗര്യവും വീര്യവും ഒക്കെ ഇപ്പം എവിടെ പോയെന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? കാരണം കഴിഞ്ഞ ദിവസം കോടതിയിലെ പോലീസ് വ്യക്തമാക്കിയ കാര്യം ഇതാണ്, ഇയാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന്. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ അന്വേഷണത്തോട് സഹകരിക്കാത്തതാണോ ജാമ്യം നിഷേധിക്കപ്പെടാൻ കാരണം? ഒരു വിപ്ലവകാരിയെ പോലെ ജസ്റ്റിസ് ഫോർ മെൻ എന്ന ഒരു ലക്ഷ്യം, അതിനുവേണ്ടി വിപ്ലവം നടത്താൻ ഇറങ്ങിയ ആളെന്ന ഒരു പ്രചരണമാണ്, അല്ലെങ്കിൽ അവകാശവാദമാണ് ആദ്യ ഘട്ടങ്ങളിലൊക്കെ രാഹുൽ ഈശ്വർ മുന്നോട്ട് വച്ചത്. പക്ഷേ ആ വിപ്ലവമൊക്കെ ടോം സൂചിപ്പിച്ച വളരെ കൃത്യമായ ചോദ്യമാണത്. വിപ്ലവമൊക്കെ ചോർന്നു പോയിരിക്കുന്നു, വീര്യമൊക്കെ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അപേക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഫോർട്ട് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുവരുമ്പോൾ കാണുമ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായത് അങ്ങനെ വിപ്ലവമൊക്കെ ചോർന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി, ജാമ്യം കിട്ടാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു പോകുന്ന രാഹുൽ ഈശ്വറിനെയാണ് നമ്മൾ കണ്ടത്. ഇന്നലെ ഒരു ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി അന്വേഷണ സംഘത്തിന് രാഹുൽ ഈശ്വറിനെ കൈമാറിയത്. ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് ചോദിക്കേണ്ടതുണ്ട്, അതിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്, തെളിവുകൾ എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് കസ്റ്റഡി ചോദ്യം. നേരത്തെ കസ്റ്റഡി ഉണ്ടായിരുന്നപ്പോൾ ആ തെളിവുകളൊന്നും നൽകാൻ രാഹുൽ തയ്യാറായിരുന്നില്ല, ലാപ്ടോപ്പിൽ അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ നിലപാട് മാറ്റിയിട്ടുണ്ട്. ചെയ്തതെല്ലാം തെറ്റെന്ന് തിരിച്ചറിഞ്ഞ് പെൺകുട്ടിക്കെതിരെ ഇനി അധിക്ഷേപം വരില്ല എന്നൊക്കെ പറഞ്ഞ് കോടതി സത്യവാങ്മൂലം നൽകിയ രാഹുൽ ഈശ്വറാണ്. ഏതായാലും ഇന്ന് കോടതി തിരികെ ജയിലിലേക്ക് രാഹുലിനെ അയച്ചിട്ടുണ്ട്. അത് ഈ കസ്റ്റഡി കാലാവധി അവസാനിച്ചുകൊണ്ടാണ്. സമീപ ദിവസങ്ങളിൽ തന്നെ രാഹുൽ ഈശ്വറിനെ
കുറ്റക്കാരൻ്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചേക്കാം. ഏതായാലും ഒരു വൈരുദ്ധ്യം, വിരോധാഭാസമുള്ളത് ഈ ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പുറത്താണ്. ജാമ്യം ലഭിച്ചു. സ്വൈര വിഹാരത്തിലേക്ക് അയാൾക്ക് കടക്കാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ രാഹുലിനെ പിന്തുണച്ച് വന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ പേര് പറഞ്ഞ് ഇരയെ അവഹേളിച്ച, ഇരയുടെ ഐഡന്റിറ്റി പുറത്തുവിട്ട രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിൽ അഴികൾക്കുള്ളിൽ തന്നെയാണ്. എന്ന് പുറത്തിറങ്ങുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഇപ്പോഴും. അതാണ് കാരണം. ഇതൊരു കൃത്യമായൊരു താക്കീതായിരുന്നു. സ്ത്രീകളെ പൊതുസമൂഹത്തിൽ, പൊതു ഇടത്തിൽ, സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചാൽ ഇതുപോലുള്ള നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണ്. പാലക്കാട് കല്ലേക്കാട് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ BJP സ്ഥാനാർത്ഥിക്കായി പോലീസിന്റെ തിരച്ചിൽ. പിരിയായിരി പഞ്ചായത്തിലെ 18-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി അരുണ ആലങ്ങാടിനെയാണ് പോലീസ് തിരയുന്നത്. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെയാണ് DCC സെക്രട്ടറി നന്ദബാലിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ KSU പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതര പരിക്കേറ്റു. എന്നാൽ BJP പ്രവർത്തകർ നിരപരാധികളാണെന്ന് BJP നേതാവ് C. കൃഷ്ണകുമാർ പറഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ BJPയും CPM-ഉമെന്ന് VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. ഇന്നലെ രാത്രി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന BJP പ്രവർത്തകരെ കാറടിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത്. അത് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കല്ലേറല്ല, മറിച്ച് UDF-ലെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ എറിഞ്ഞ കല്ലേറ് കൊണ്ടാണ് അയാൾക്ക് പരിക്കേറ്റുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുക പോലീസ് ചെയ്യാറുണ്ട്. പോലീസിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തകർ നിരപരാധികളാണ്. ഞങ്ങളുടെ പ്രവർത്തകർ ബൂത്ത് കെട്ടുന്ന സമയത്ത് ആ പ്രവർത്തകരെ കാറടിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പരാജയ ഭീതി പൂണ്ടാണ് ഈ അക്രമം BJP അഴിച്ചുവിടുന്നത്. ആ അക്രമത്തിന് നിർഭാഗ്യവശാൽ ഇന്നലെ സഹായകരമായി പ്രവർത്തിച്ചത് തുടക്കത്തിൽ CPM-ന്റെ പ്രവർത്തകരാണ്. ഈ ബാദുഷ എന്ന് പറഞ്ഞ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, അതായത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ബാദുഷ, ഈ വഴിയിൽ പോസ്റ്ററും മറ്റു സാമഗ്രികളും എല്ലാം ബൂത്തിലും എത്തിക്കാൻ വേണ്ടി സ്വന്തം കാറിൽ പോകുകയാണ്. സ്വന്തം കാറിൽ പോകുന്ന ബാദുഷയെ തടഞ്ഞത് ആദ്യം CPM-കാരാണ്. പുതിയ റോഡ് വെച്ചിട്ട് ഒരു സംഘം CPM-കാർ തടഞ്ഞു. അവിടെ വടിയും മറ്റ് ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനത്തെ അക്രമം BJP-കാരുടെ വകയാണ്. അവർ പറഞ്ഞ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ സംഭവമില്ല. കാരണം അവിടെ മറ്റു വാഹനങ്ങളോ ഒന്നുമില്ല. ഇവർ വരുന്നത് അവർക്കും അറിയില്ല. സ്വാഭാവികമായിട്ടും ഇവർ ഈ ബാദുഷേനെ കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്യാണ്. ഏറ്റവും നല്ലൊരു KSU പ്രവർത്തകനാണ്. നിങ്ങൾക്കറിയാം, വിക്ടോറിയ കോളേജിലൊരു പയ്യനാണ്. അവൻ്റെ കൂടെ അജ്മൽ എന്നുള്ള പയ്യനാണ് ഉണ്ടായിരുന്നു. 2-3 പിള്ളേരുണ്ടായിരുന്നു. ഇവർ നേരെ ഈ ബൈക്ക് എല്ലാം കൂടെ ഇരച്ച് കയറി ഓണടിച്ച് പിന്നാലെ വരുമ്പോൾ നന്ദപാലിൻ്റെ വീട്ടിൽ ബെല്ലടിച്ച് വാതിൽ തുറക്കാൻ അല്പം സമയം പോയി. വാതിൽ തുറന്ന് ഇവർ അകത്തേക്ക് കയറുമ്പോഴേക്കും കല്ലേറ് തുടങ്ങി. ആ ഗ്രൗണ്ടിൽ കൂട്ടിയിട്ടിരുന്ന കല്ലാണ് എടുത്തെറിഞ്ഞത്. വിശദാംശങ്ങളുമായി CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, വലിയ വീറും വാശിയും നടക്കുന്ന ജില്ലയാണ്. ശക്തമായ ത്രികോണ മത്സരമുണ്ട് പാലക്കാട്. അതിനിടെയാണ് ഈ രീതിയിലുള്ള ആക്രമണം, അതും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം വലിയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി വിവിധ കക്ഷികളിലെ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ പുലർച്ചെ, കഴിഞ്ഞ രാത്രിയിലും പുലർച്ചെയുമായി അവിടെ സംഭവിച്ചത്? ഇന്നലെ രാത്രി അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. നേരത്തെ VK ശ്രീകണ്ഠൻ MP ഇക്കാര്യത്തിൽ വിശദമായി പറഞ്ഞതിന് സമാനമായ രീതിയിലുള്ള സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു വിവരം. ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായിരുന്നു. നേരത്തെ ആദ്യം CPM പ്രവർത്തകരും പിന്നീട് BJP പ്രവർത്തകരും ഈ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് തർക്കമുണ്ടാവുകയും അത് തുടർന്നാണ് ഈ സംഘർഷം ഉണ്ടായത്, അല്ലെങ്കിൽ സംഘർഷം നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് DCC സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഓടിക്കയറിയും രക്ഷ ചോദിച്ചെത്തുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ വാതിൽ തുറക്കാൻ സമയമെടുക്കുന്ന ആ ഒരു ഇടവേളയിൽ കല്ലെറിയുകയായിരുന്നു BJP പ്രവർത്തകരെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ അജ്മൽ എന്ന KSU പ്രവർത്തകന് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. കണ്ണിന് ഗുരുതര പരിക്കാണ്. ഇയാളെ രക്തം ഛർദ്ദിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കോയമ്പത്തൂരിൽ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ കണ്ടാലറിയുന്ന 5-ലധികം
BJP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെയായിരിക്കാം അതിന് മറ്റു നടപടികൾ ഉണ്ടാകും. ഇപ്പോൾ ആരോപണ വിധേയരായ കണ്ടാലറിയുന്ന പ്രവർത്തകർക്ക് നേരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഇതിൽ CPM പ്രവർത്തകർ നേരത്തെ ഇവർക്ക് നേരെ കയ്യേറ്റം നടത്തിയെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. പക്ഷേ അത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അവരെ പരാതി നിലനിൽക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നാൽ BJP ഇതിൽ പറയുന്നത് BJP പ്രവർത്തകർക്ക് നേരെ കാറടിച്ച് അവരെ അപകടപ്പെടുത്താൻ ശ്രമം നടത്തി അതേ തുടർന്നുള്ള തർക്കത്തിൽ ഇരുകൂട്ടരും കല്ലെറിയുകയായിരുന്നു. അങ്ങനെ UDF പ്രവർത്തകരുടെ കല്ലേറിൽ ഈ KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവരെ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള വിശദീകരണമായിരിക്കും BJPയുടെ ഭാഗത്തുണ്ടാവുക. പക്ഷേ ഇവിടെ BJP പറയുന്നത് പോലെയല്ല പൂർണ്ണമായും കാര്യങ്ങൾ എന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ അല്ലെങ്കിൽ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വാർഡിലെ 18ാം വാർഡിലെ സ്ഥാനാർത്ഥി അരുൺ ആലങ്ങാടൻ ഇപ്പോൾ ഒളിവിലാണുള്ളത്. അതും BJPയെ സംബന്ധിച്ച് അല്പം പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ്. നിലവിൽ കസ്റ്റഡിയിലെടുത്തവരെ ഇന്ന് വൈകുന്നേരത്തിന് ശേഷം ഒരു സ്ഥലമാണോ ഈ പ്രദേശം? കാരണം ഇവിടെ കഴിഞ്ഞ രാത്രി കോൺഗ്രസും CPM തമ്മിൽ ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അത് വീട് കയറിയുള്ള ആക്രമണത്തിൽ വരെയും കലാശിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോഴെന്താണ് അവിടുത്തെ സ്ഥിതി? ഒരു സമാധാന അന്തരീക്ഷമുണ്ടോ? നിലവിൽ അവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നതിനപ്പുറം ഒരു സംഘർഷ മേഖലയോ അല്ലെങ്കിൽ പ്രശ്നബാധിത മേഖലയായിട്ടോ കണക്കാക്കിയിട്ടില്ല. നേരത്തെ ഈ സ്ഥാനാർത്ഥി പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ചില തർക്കങ്ങളും ചില ഇഷ്യൂസും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ രാവിലത്തെ സംഭവത്തിന് ശേഷം അവിടെ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വോട്ടെടുപ്പ് സമാധാനപൂർണ്ണമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ മേഖല കൂടുതൽ പോലീസിൻ്റെ ഒരു ജാഗ്രതയിലാണുള്ളത്. പ്രത്യേകിച്ച് BJP സ്ഥാനാർത്ഥിയൊക്കെ അവിടെ ഒളിവിലായ സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചൊരു പ്രത്യാക്രമണമോ അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള പെരുമാറ്റമോ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ പോലീസും അവിടെ ജാഗ്രതയിലാണുള്ളത്. നിലവിൽ സമാധാനപൂർണ്ണമായിട്ടാണ് ആ മേഖലയിലെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. കേട്ടോ. വ്യക്തമാണ്. CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കാസർഗോഡ് ന്യൂസ് 18 വാർത്താ സംഘത്തിന് നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തത്സമയം റിപ്പോർട്ട് ചെയ്തതിലൂടെയായിരുന്നു കയ്യേറ്റ ശ്രമം. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരെ പിരിച്ചുവിട്ടു. അതിനിടെ കാസർഗോഡ് നീപ്പുഗിരിയിലും സംഘർഷമുണ്ടായി. SDPI പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും ഏറ്റുമുട്ടി. വോട്ടിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? കാരണം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി പോയതാണ്. അതിനിടെ ഉണ്ടായ സംഭവം പോലീസ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ടോമേ, നമ്മൾ 1 മണിയുടെ വാർത്ത തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട് നിന്നും വലിയ തോതിൽ ഒരു കൂട്ടം മുസ്ലിം ലീഗ് പ്രവർത്തകർ എത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, പ്രധാനമായും ഇവരെ പ്രകോപിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ വലിയൊരു സംഘം നമ്മളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആകെ 3 പോലീസുകാരാണ് ഈ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നത്. നേരത്തെയൊക്കെ വലിയ സംഘർഷം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ സംഘർഷത്തിലേക്ക് ഉണ്ടാകാറുണ്ട്. അത് ഒരു മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ നമ്മൾ എന്ത് വാർത്ത കൊടുക്കണം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രമേ നിങ്ങൾക്ക് വാർത്ത നൽകാനുള്ളൂ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അത്തരത്തിൽ ചോദിച്ച് നമ്മളുടെ റിപ്പോർട്ടിംഗ് തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 100 കണക്കിന് പ്രവർത്തകരാണ് നമ്മളെ വളഞ്ഞത്. വലിയ തോതിൽ നമ്മളെ ആക്രമിക്കാൻ സംഘം എത്തി. അതിനിടയ്ക്ക് 3 പോലീസുകാർ മാത്രമായതുകൊണ്ട് പിന്നീട് DYSPയെ നമ്മൾ തന്നെ വിളിച്ച് ഈ വിവരം കാഞ്ഞങ്ങാട് DYSP സുരേഷ് ബാബുവിനെ വിളിച്ചു പറയും. കൂടുതൽ പോലീസ് അപ്പോൾ തന്നെ സ്ഥലത്തെത്തുകയും ഇവരെ നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. നമ്മുടെ അവിടെ നിന്നും നമ്മളെ പുറത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല, ഈ കൊടുത്ത വാർത്ത അത് പിൻവലിക്കണമെന്നൊക്കെ ആയിരുന്നു ഇവർ പറയുന്നുണ്ടായിരുന്നത്. കൃത്യമായി മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവന അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രകോപനത്തിന് കാരണമായത്. അതല്ലാതെ മറ്റ് പ്രശ്നങ്ങൾ അവിടെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കിയില്ല. വളരെ നമ്മളവിടെ കൃത്യമായ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാർഡുള്ള ചട്ടം പ്രകാരം നമ്മൾ കൃത്യമായി രാവിലെ മുതലേ നമ്മൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ടിനിടയിലാണ് വലിയ തോതിൽ ലീഗ് പ്രവർത്തകരുടെ ഇത് തങ്ങളുടെ കോട്ടയാണെന്നാണ് അവർ അവകാശപ്പെട്ടത്. ഇത്തരം കോട്ടകളിൽ വന്ന് നിങ്ങൾ എങ്ങനെയാണ് ഈ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ വാർത്ത പിൻവലിക്കണമെന്ന് വരെ അവർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് പോലീസ് എത്തി വളരെ പണിപ്പെട്ടാണ് നമ്മളെ അവിടെ നിന്നും പറഞ്ഞത്. അല്പസമയം മുമ്പാണ് നമ്മൾ ആ സ്ഥലത്ത് നിന്നും ഇപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. വലിയ തോതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ തടിച്ചുകൂടി
അസഭ്യം പറയുന്നതും ഉണ്ടായിരുന്നു. നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യാനും അതാണ് സംബന്ധിച്ച് കാരണം ഒരു മാധ്യമ പ്രവർത്തകർക്ക് നിന്നുള്ള കയ്യേറ്റം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ, നമ്മുടെ ജോലി ചെയ്യുന്നതിനിടെ നടത്തിയ ആക്രമണം, ഈ മുസ്ലിം ലീഗിന്റെ അത് ആരൊക്കെയാണ് ആക്രമണം നടത്തിയതെന്ന് ബൈജു തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ബൈജുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? എന്ത് കേസ് ഇവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ ബൈജു? ടോമെ, ഇതിൽ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അവർ തന്നെയാണ് നമ്മോട് ഇത്തരത്തിൽ വലിയ തോതിൽ മോശമായി പെരുമാറിയത്. അതിൽ അസഭ്യം പറയുന്നതൊക്കെ നമുക്ക് അതിൽ കേൾക്കാം. ഇത് വീഡിയോ മറ്റു ചില ആൾക്കാർ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചിത്രീകരിച്ചാണ് നമ്മൾക്ക് ആ വീഡിയോ നൽകിയത്. കാരണം നമ്മുടെ മൊബൈൽ, നമ്മുടെ ഇത് ഷൂട്ട് ചെയ്യാൻ പോലും, നമ്മളെ ചിത്രീകരിക്കാൻ പോലും അവർ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വലിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥ, ഒരു അരമണിക്കൂറോളം നേരം വലിയ സംഘർഷാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമ്മളെ ഈ വാർത്താ റിപ്പോർട്ടിങ്ങിനെ ചൊല്ലി. കൂടെ ഒരു കേരള വിഷന്റെ റിപ്പോർട്ടർ കൂടി അവിടെ ഉണ്ടായിരുന്നു. അയാൾക്ക് നേരെയും ഇത്തരത്തിൽ വലിയ തോതിൽ ആക്രോശിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി, ആ ഒരു വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരറിയില്ല, ആമിന അങ്ങനെ എന്തോ ആണ്, അവർ പോലും വളരെ മോശമായ രീതിയിലായിരുന്നു പെരുമാറുന്നുണ്ടായത്. അത്തരത്തിൽ വലിയ തോതിൽ നമ്മളെ അവിടെ നിന്നും ആക്രമിക്കുമെന്നാണ് പറയുന്നത്. അവിടെ നിന്നും പുറത്തു പോകാൻ നിങ്ങളെ സമ്മതിക്കില്ല, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിന്നും ഈ കോട്ടയിൽ നിന്നും പുറത്തു പോകുക എന്ന ഒരു ചോദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പിന്നീട് ഈ വിവരം അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഹോസ്റ്റൽ പോലീസിനെ അറിയിച്ചതുകൊണ്ട്, കൂടുതൽ പോലീസ് എത്തിയതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്നും നമുക്ക് സുരക്ഷിതമായി വരാൻ കഴിഞ്ഞത്. നമ്മുടെ വാഹനത്തിന് നേരെയും ആക്രമിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. ഇത് ഇടപെട്ട് നിയന്ത്രിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള മുതിർന്ന പാർട്ടി പ്രവർത്തകരൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു കൂട്ടം അവിടെയുള്ള പ്രാദേശികമായ ആളുകളാണ് ഇത്തരത്തിൽ വലിയ തോതിൽ അസഭ്യം പറയുകയും മറ്റും ചെയ്തത്. നമുക്ക് വീഡിയോ ചിത്രീകരിക്കാൻ സാധിച്ചില്ല, നമ്മുടെ വീഡിയോ ചിത്രീകരണം തടഞ്ഞു. അത് മാത്രമല്ല, നമ്മൾ കൊടുത്ത വാർത്ത പിൻവലിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. 1 മണിക്ക് നമ്മൾ കൃത്യമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉണ്ടായ സംഘർഷങ്ങൾ, അതോടൊപ്പം കണ്ണൂരിലുണ്ടായ സ്ഥിതിഗതികൾ, അത്തരം കാര്യങ്ങൾ, പ്രസ്താവനകൾ, അത് KPCC പ്രസിഡന്റ് പ്രസ്താവന ഉൾപ്പെടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിഷയം മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ എന്നാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ നമ്മോട് ചോദിച്ചത്. അത്തരത്തിൽ വലിയ തോതിൽ അവ ആക്രോശിച്ചെത്തുകയും നമ്മൾക്കെതിരെ വലിയ തോതിൽ വാഹനം ഉൾപ്പെടെ തകർക്കുമെന്ന രീതിയിൽ, ഇവിടെ നിന്നും പുറത്തെങ്ങനെയാണ് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുക, നമ്മുടെ കോട്ടയാണ് ഇതെന്നാണ് അവർ പറയുന്നത്. സ്ഥിരമായി മുസ്ലിം ലീഗ് ജയിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിയെ താഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ ആർക്കും അനുകൂലമായോ ഒന്നും അല്ല റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായത്. കൃത്യമായ ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ, ഇന്ന് UDF-നെ പ്രതിരോധത്തിലാക്കിയ LDF, അതായത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇവരെ ചൊടിപ്പിച്ചത്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യരുത്, അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ പറഞ്ഞൊരു വലിയ കൂട്ടം, ഒരുപക്ഷെ ചെറിയ കുട്ടികൾ വരെ നമ്മളെ ഇത്തരത്തിൽ ആക്രമിക്കാൻ എത്തിയ സംഘത്തിലുണ്ടായിരുന്നു. വോട്ടില്ലാത്ത കുട്ടികൾ വരെ പ്രദേശത്തായിരുന്നു. മനഃപൂർവ്വം അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണോ എന്നറിയില്ല. തിരിച്ചു വരാം. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കാം ആ ദൃശ്യങ്ങളിലേക്ക്. ഒരു ക്രിമിനൽ സംഘങ്ങളെ പോലെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ന്യൂസ് 8-ന്റെ വാർത്താ സംഘത്തിന് നേരെ ആക്രമണം നടത്തിയത്. രാഷ്ട്രീയപരമായി ഒരുപക്ഷെ വിയോജിപ്പുണ്ടെങ്കിൽ ആ രീതിയിൽ, അതായത് നമ്മുടെ ജനാധിപത്യ രീതിയിൽ അതിനെ നേരിടാം. പക്ഷേ ഇങ്ങനെ കയ്യേറ്റം ചെയ്യുന്നത്, ആക്രമണം നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. KV ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, പിന്നീട് എങ്ങനെയാണ് ഈ സംഭവ സ്ഥലത്തു നിന്നും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്? വലിയ രീതിയിലുള്ളൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, ഒരാൾക്കൂട്ടം സംഘം ചേർന്ന് ആക്രമിക്കാൻ വരുന്നു, അസഭ്യവർഷം നടത്തുന്നു. ഇത് പിന്നീട് ആരെങ്കിലും ഇടപെട്ടോ? മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ നേതൃത്വമെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നോ? എങ്ങനെയാണ് അവിടെ നിന്നും മാറാൻ കഴിഞ്ഞത്?
ടോമെ, മുസ്ലിം ലീഗ് നേതൃത്വം എന്ന് പറയാൻ അത്തരത്തിലുള്ള മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്നില്ല. ടോം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ക്രിമിനൽ സംഘം അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും, ക്രിമിനൽ സംഘം എന്ന് തന്നെ വിളിക്കേണ്ടി വരും. അത്രത്തോളം 1 മണിക്കൂറോളം നമ്മൾ അവിടെ തടഞ്ഞു വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു പക്ഷേ ആ സമയത്ത് നമ്മൾ പോലീസിൽ ഇടപെട്ട് കൂടുതൽ പോലീസ് എത്തിയില്ലെങ്കിൽ നമ്മുടെ വാഹനം ഉൾപ്പെടെ തകർക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടത്. അത്തരത്തിൽ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ഇവർ. നിങ്ങൾ ഈ സ്ഥലത്ത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഈ വീഡിയോ നമ്മൾ നൽകിയ അല്ലെങ്കിൽ നമ്മൾ വാർത്ത കൊടുത്ത അത് പിൻവലിക്കണമെന്നൊരാവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. 1 മണി വാർത്ത അത് UDF നേതാക്കൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് നോക്കിയാൽ അറിയാം. അത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഉൾപ്പെടെ പ്രസ്താവന നമ്മൾ അതിൽ പറഞ്ഞിരുന്നു. അത്തരം കൃത്യമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഇടയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിരിക്കാം ഒരുപക്ഷെ ഇവരെ ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നമ്മൾ റിപ്പോർട്ട് ചെയ്യരുത്, ഇതാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെട്ടത്. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലേ എന്ന തരത്തിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ തോതിൽ അവർ ആക്രമിക്കാൻ എത്തുമ്പോൾ ഒരു 3 പോലീസുകാർ മാത്രമാണ്. കാസർഗോഡ് ജില്ലയിൽ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ഒരുപാട് സംഘർഷ പ്രദേശങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങളായി ഈ ഒരു ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും വലിയ തോതിൽ CPM-നെ അല്ലെങ്കിൽ CPM-നെ ആക്രമിക്കുന്ന CPM ലീഗ് ആക്രമണം നടക്കുന്ന ഒരു പ്രദേശമാണ്. വലിയ തോതിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു 3 പോലീസുകാർ മാത്രമാണ് അവിടെ ആകെ ഉണ്ടായിരുന്നത്. അത് ഒരു പക്ഷേ ഇത്തരം സംഘർഷബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കേണ്ടതാണ്. നമ്മൾ കൃത്യമായ സമയത്ത് പോലീസിനെ വിളിച്ചതുകൊണ്ട് മാത്രമാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ 3 വാഹനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ എത്തി. അതിൽ പരിചയമുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, കാരണം ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നതിന് അപ്പുറമാവും പിന്നീട് പ്രശ്നം എന്ന് പറഞ്ഞത്. പിന്നീട് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സംയമനം പാലിച്ചുകൊണ്ടാണ് അവിടെ നിന്നും മടങ്ങിയത്. അല്പസമയം മുമ്പാണ് അവിടെ നിന്നും മടങ്ങാൻ സാധിച്ചത്. കാരണം അത്രത്തോളം സമയം നമ്മളെ അവിടെ ബന്ദിയാക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. വീഡിയോ ചിത്രീകരിക്കാൻ ഒന്നും സാധിച്ചിട്ടില്ല. നമ്മുടെ ഉപകരണങ്ങളൊക്കെ പിടിച്ചു വാങ്ങാൻ ഒരു കൂട്ടം എത്തുന്നുണ്ടായിരുന്നു. ഇതിനൊപ്പം ഈ സ്ഥാനാർത്ഥി കൂടി ഉണ്ടായിരുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി വളരെ മോശമായാണ് നമ്മളോട് സംസാരിച്ചത്. അതിൽ കൂടുതൽ ദൃശ്യങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. കുറച്ച് ആളുകൾ അവിടെ മറ്റാളുകൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇനിയും കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് അങ്ങനെ ലഭിക്കാം. നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറകളൊന്നും പുറത്തെടുക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളെ തടഞ്ഞ് ഒരു വലിയ സംഘം, അതും ഈ കോമ്പൗണ്ടിനകത്ത് കയറി വന്നായിരുന്നു ഇവർ നമ്മളെ ആക്രമിക്കാൻ വന്നത്. ഒരു കാരണവശാലും ഈ കോമ്പൗണ്ടിനകത്തേക്ക് ഇവർക്ക് കയറാൻ അവകാശമില്ല. നമ്മൾ കൃത്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പാസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരത്തിൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത്. അത് നമ്മൾ അവിടെയുള്ള പോലീസ് കേരളമാണ്, മാധ്യമ സ്വാതന്ത്ര്യമുള്ള നാടാണ്. ഇവിടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഈ രീതിയിലല്ല നിങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടത്. കാരണം ആളുകളെ കയ്യേറ്റം ചെയ്യുന്നത് അത് ക്രിമിനൽ പ്രവർത്തനമാണ്. ശക്തമായ നടപടിയാണ് പോലീസ് ഇതുപോലുള്ള ക്രിമിനലുകൾക്കെതിരെ സ്വീകരിക്കേണ്ടത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് KV ബൈജു ഉൾപ്പെടെയുള്ള കാസർഗോട്ടെ ന്യൂസ് 8-ന്റെ വാർത്താ സംഘത്തിനെതിരെ ആക്രമണം ഉണ്ടായത്. പോലീസ് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം.